ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാ ഞാൻ ഈ ഒരു വ്ളോഗിലൂടെ പതിയെ പതിയെ കാണിക്കുന്നതാണ് കേട്ടോ. അതിന് മുന്നേ എൻ്റെ ശബ്ദം അടങ്ങിയിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ രംഷേട്ടൻ ഫ്രാൻസിൽ പോയിട്ട് 2-3 ദിവസമായി. അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്ന ഈ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ രാവിലെ ഞാനിരുന്ന് ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ ശബ്ദത്തിന് ചെറിയൊരു സുഖം ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പം മിത്തുക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. മിത്തുക്കുട്ടിക്ക് പനിയാണ് കേട്ടോ. പനി ചെറുതായിട്ട് ഭേദമുണ്ട്. ഒരു 2 ദിവസമായി രംഷേട്ടൻ പോകാൻ കാത്തു നിൽക്കുമായിരുന്നു തോന്നുന്നു. പോയ പിറ്റേ ദിവസം തുടങ്ങിയതാണ് പനി. 2-3 ദിവസമായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ പനി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുക. ഇഡ്ഡലി ആകുമ്പോൾ കുറച്ച് ദഹിക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇന്ന് ഉണ്ടാക്കുന്നത് പീനട്ട് ചട്നിയാണ് കേട്ടോ. അതായത് നാളികേരത്തിൻ്റെ ചട്നി പിന്നെ വേണ്ട, കുറച്ച് പ്രോട്ടീൻ ആയിക്കോട്ടെ. ഞാൻ എന്തായാലും ഇന്ന് ജിമ്മിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അതൊന്നും നടന്നില്ല. രാവിലെ ഇനിയിപ്പോൾ പോയിട്ട് മിത്തുവിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പോയില്ല കേട്ടോ. അപ്പോൾ പീനട്ടൊക്കെ നിറച്ച് വെച്ചു. കുറച്ച് പീനട്ട് ഞാൻ എയർ ഫ്രയറിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഒരു ഷോർട്സിൽ കാണിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റി പീനട്ടും കൂടെ ഇട്ട് സാധാരണ തേങ്ങയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. മിത്തുക്കുട്ടി എണീറ്റ് വന്നേ ഉള്ളൂ. ഇന്ന് ലേറ്റായി നല്ലോണം. ഞാൻ പറഞ്ഞല്ലോ, രാത്രിത്തെ ചുമയും കാര്യങ്ങളും പനിയൊക്കെ കാരണം എന്താ പറയുക, ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സ്കൂളിലൊന്നും പോകണില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മിത്തുപ്പം എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റ് കയ്യും കാലൊക്കെ കഴുകാൻ പോയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ജിമ്മിൽ പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ മിത്തുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോവുക ചെയ്യാറ്. അല്ല, രംഷേട്ടനും ഇല്ലല്ലോ. അപ്പോൾ മിത്തുവിനെ പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ലല്ലോ വിചാരിച്ച് രാവിലെ പോയില്ല. ഈവനിങ്ങിലൊന്ന് പോയി നോക്കണം ജിമ്മിൽ. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, സാധാരണ ഞാൻ എന്താ പറയുക, ഓട്സാണ് രാവിലെ അധികം കഴിക്കാറ്. ഓട്സ് ഇങ്ങനെ ഇതിലിട്ടിട്ട് ഓവർനൈറ്റ് ഓട്സാണ്. ഇന്നലെ ഞാൻ അതും ചെയ്യാൻ മറന്നു. അപ്പോൾ വിചാരിച്ചു പ്രോട്ടീൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ പീനട്ടിൻ്റെ ചട്നി നല്ല ടേസ്റ്റുള്ള ചട്നി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ അങ്ങനത്തെ. കുറച്ച് ഉപ്പ് കുറഞ്ഞോ എന്നൊരു സംശയം. ഇപ്പോൾ ഉപ്പിടാൻ വയ്യ, അതാണ് സത്യം. അപ്പോൾ ഇന്നലെ മിത്തുക്കുട്ടീനെ ഡോക്ടറൊക്കെ കാണിച്ചു. പനി ഭേദമുണ്ട് കേട്ടോ. പക്ഷേ ചുമ, അതും ഡ്രൈ കഫ് അറിയാലോ, അത് രാത്രി മാത്രം വരുന്നൊരു സംഭവമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. രാത്രി ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ചുമ. അപ്പോൾ അതിനുള്ള മരുന്നും തന്നിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ദിവസം എടുക്കും. രംഷേട്ടനൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 മാസം എടുത്തു അതൊന്ന് മാറാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോമിയോ കഴിച്ചിട്ടാണ് മാറിയത്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. കിടന്നാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു രാവിലെയൊക്കെ വരെ ചുമച്ച് പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഉറങ്ങിപ്പോണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. അങ്ങനെയായിരുന്നു. അടുത്ത് കിടക്കുന്നവർക്ക് ഉറങ്ങാൻ പറ്റില്ല, വല്ലാത്തൊരവസ്ഥയാണത്. അപ്പം മിത്തുക്കുട്ടിക്ക് അങ്ങനെ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈ കഫാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് കുറച്ച് കുറയ്ക്കണത്. എനിക്ക് ആരും മെസ്സേജ് ചെയ്തിന് ഇപ്പോൾ രംഷേട്ടൻ വന്നിട്ടേ വീഡിയോ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഷോർട്സ് ഞാൻ എന്നാൽ കുറച്ച് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പനിയും സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇന്നെന്തായാലും രാവിലെ ജിമ്മിലൊന്നും പോകാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയേണ്ട, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എത്രയായാലും ഞാൻ പറഞ്ഞല്ലോ, എത്ര അടച്ചിട്ടാലും ഇവിടെ പൊടി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്ക് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പുറത്ത് ഗ്ലാസ്സിലല്ലാതെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് പൊടി പിടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഒരാൾ എണീറ്റ് വരുന്നു ഫുൾ പുതപ്പൊക്കെ ആയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുട്ടും കുറ്റിയിൽ ആവി പിടിക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റീമർ ഒരു 2-3 പ്രാവശ്യം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ 3 പ്രാവശ്യം കേടുവന്നു. അപ്പോൾ ഈ ലാസ്റ്റ് വാങ്ങിച്ചതുപോലും കേടുവന്നു. അപ്പോൾ പിന്നെ നമ്മുടെ പഴയ വിദ്യ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. സുഖായാ വേർത്ത? ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഫത്തിന്. മിഥുന് പനി അധികമല്ലേ. പനി ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഭേദമുണ്ട്. പക്ഷേ തലവേദന അല്ലേ, തലവേദനയും കഫും. അതിങ്ങനെ സ്റ്റീം ചെയ്യല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് ഇപ്പം ഞാൻ പാത്രം അങ്ങനെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് അധികം പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിഷ് വാഷറിൽ ഇടുന്നില്ല. ഞങ്ങൾ 3 പേരാകുമ്പോൾ ഞാൻ അങ്ങനെ ഒരു നേരം അങ്ങനെയൊക്കെ ഇടാറുള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്തായാലും ഡിഷ് വാഷർ വെറുതെ യൂസ് ചെയ്യേണ്ട, കറണ്ട് ബില്ലൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ വിചാരിച്ചു. കാരണം ഞങ്ങൾ രണ്ടുപേരുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഫിഷ് വന്നത്. ഉണ്ണിമേരി ആയിരുന്നേ. സാധാരണ നിങ്ങൾ വിചാരിക്കും ഈ പനി ഇതുള്ള സമയത്തൊക്കെയാണോ മീനൊക്കെ കൂട്ടി, എന്താ ചെയ്യുക, ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ഈ ഒരു കാര്യത്തിൽ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഞ്ഞിയും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, നന്നായി ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പോൾ ഫിഷ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിമേരി വറക്കാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. എനിക്കറിയില്ല ഇനി വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ 4 കഷ്ണമുള്ളതുകൊണ്ട് 2 ഉച്ചയ്ക്കും 2 നാളേക്കും വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒക്കെ പുരട്ടി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിക്ക് മുന്നേ ചെറിയൊരു പരിപാടി ഉണ്ട്, എന്താണെന്ന് കണ്ടുനോക്കും. ഉച്ചക്കലത്തെ ലഞ്ച് കാണിക്കുന്നതിന് മുന്നേ ചെറിയൊരു സംഭവം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ വരാൻ പോവാണല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഇനി അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കി ഞാനത് മറക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ വേഗം വന്നിരുന്ന് ഷൂട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പം നമ്മുടെ ആമസോണിൻ്റെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഇത് 6 ഫെബ്രുവരി മുതൽ 13 ഫെബ്രുവരി വരെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വാലന്റൈൻസ് ഡേ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഫസ്റ്റ് വൺ, ഇത് ഗ്ലോബസിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. ഇതിൽ പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ്. നല്ലൊരു എലഗൻറ്റ് ലുക്ക് അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലാക്കിൽ ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ആയിട്ട് നല്ല സൂപ്പർ. അത് ഈ ഒരു ഫുൾ ഒരു ഹെവി വർക്ക് പോലെ കഴുത്തിൻ്റെ അവിടെയുണ്ട്. ബാക്കി സ്ലീവ്സ് ഒക്കെ പ്ലെയിൻ 3/4 സ്ലീവ്സ് ആണ്. പോക്കറ്റ് ഉണ്ട്, 2 സൈഡും പോക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ ഇട്ടിട്ട് നടക്കാം. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സെയിലിൽ 40% ഓഫ്, മിനിമം 40% ഓഫ്, പിന്നെ 10% എക്സ്ട്രാ ഓഫും കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രൈം മെമ്പേഴ്സിന് 10% എക്സ്ട്രാ ക്യാഷ് ബാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നല്ല ലാഭത്തിൽ കിട്ടും. സെയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ പറയാമെന്ന് വിചാരിച്ചത്. കാരണം 13 വരെയുള്ളൂ, അധികം സമയമില്ല. സോ ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ ഞാനൊരു ജനസിയുടെ കിടിലൻ ഒരു ഉടുപ്പ് പോലത്തെ ഒരു ഫ്ലോറൽ, ഒരു സമ്മറക്കല്ലേ ഇനി വരുന്നത്, അപ്പോൾ ഒരു സ്പ്രിംഗ് സീസൺ വൈബിന് വേണ്ടിയിട്ട് ഒരു ഫ്ലോറൽ ഡ്രസ്സ് നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന് സ്ലിറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു ഫ്രോക്ക് പോലെ നല്ല ഹെവി ഫ്രില്ല് പോലെ വരുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫ്രില്ല്, താഴെയത് നല്ല സ്പ്രിംഗ് വൈബിന് പറ്റിയ കളറാണ്. ഇതൊക്കെയുള്ള കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അടുത്തത് വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ സർപ്രൈസ് ചെയ്യിക്കണമെങ്കിൽ, ഇതിപ്പോൾ അധികം സ്ത്രീകളായിരിക്കും കാണാൻ, എന്നാലും നിങ്ങൾ ചുമ്മാ അയച്ചു കൊടുത്തോളൂ ഹസ്ബൻഡ്സിന്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എനിക്ക് തന്നെ വാലന്റൈൻസ് ഡേ ആയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റാണ് ജോക്കോസ് ആൻഡ് വിച്ചിൻ്റെ കിടിലനായിട്ടുള്ളൊരു വാച്ച് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ അങ്ങനെ നോക്കേണ്ട, സെയിലായതുകൊണ്ട് നല്ല ലാഭമാണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു അടിപൊളി വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ മുതൽ നോട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മളൊരു ഡിന്നർ ഡേറ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയത് കണ്ടോ. ഈ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ പേളിൻ്റെ പോലെ, ഈ ഒരു സൈഡ് ഒരു ഗോൾഡൻ വിത്ത് പേളായിട്ട്. ഡിലോസ്കി വാച്ചാണ്. ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ സെയിൽ ആയതുകൊണ്ട് പിന്നെയും ഒരുപാട് ലാഭത്തിൽ കിട്ടും. അധികം വിലയൊന്നും ഇല്ല അതിന്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഹെവി അനാർക്കലി, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ ഫുള്ള് വർക്കായിട്ട്, എന്നാൽ ഒരു സിമ്പിളാണ്. അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ്റ്, നോർമൽ സിമ്പിൾ പാൻറ്റും അതേപോലെ തന്നെ ഒരു ദുപ്പട്ടയിൽ കാര്യമായ വർക്കൊന്നും വരുന്നില്ല. ഈ ഒരു സൈഡിലും പിന്നെ ഇവിടെ ചെറിയ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ റെഡ് കളർ കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി, അല്ലാതെ ഇതിൻ്റെ ഭയങ്കര ഹെവി വർക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ താഴെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. ശരിക്കും നമുക്കൊരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ അത്ര ഭംഗിയുള്ളൊരു ഇതാണ്. പിന്നെ ഈ ഒരു ഉടുപ്പ്, ഇത് ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ആയിട്ടുള്ള ഒരു ഫ്രോക്കടി പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഫ്രോക്കല്ലേ ചുരിദാർ വാരി വലിച്ചിടുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് കംഫർട്ടായിട്ടുള്ള, ഇതും നല്ല കോട്ടൺ ആട്ടോ, നല്ല സുഖമാണ് ചൂടത്ത് ഇടാൻ. നല്ല കെട്ടാനുള്ള ലേസൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത്രയും സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇപ്രാവശ്യം ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്നുള്ളതിനേക്കാളും സെയിൽ ആയതുകൊണ്ട്, വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ലല്ലോ, ഇതൊന്നും വാലന്റൈൻസ് ഡേക്ക് പറ്റിയതൊന്നുമല്ല. പക്ഷേ ആമസോണിന്നാണ് എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഫുഡിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് പിന്നെയും ലഞ്ചിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറാണ്, ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഫിഷൊക്കെ ഉള്ളപ്പോൾ പിന്നെ ചോറല്ലാതെ വേറെ എന്ത് വെക്കും. അപ്പോൾ ചോറ് നമ്മുടെ മട്ട റൈസാണ്. ഞാൻ അന്നൊരു ഷോർട്സിൽ ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് മട്ട റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൻപയറില്ലേ, അതിൻ്റെ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടം, നാളികേരൊക്കെ ഇട്ടിട്ട്. പിന്നെ കുറേ സാധനങ്ങൾ, ചോറും അതും ഇതൊക്കെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്, അതൊക്കെ എടുത്ത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 പേരായതുകൊണ്ട് എത്ര നമ്മൾ കഴിക്കും. ഒരു ചെറുത് വെച്ചാൽ തന്നെ 2-3 ദിവസം ഓടിക്കാൻ പറ്റും കേട്ടോ.
പിന്നെ ഞാനും കുറച്ച് അങ്ങനെയല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ എയർ ഫ്രയറിലാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഓയിലായ ചുമ കൂടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ മിത്തുക്കുട്ടി ഇതാ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറി കിടക്കുകയാണ്. ചോറായി, നമ്മുടെ ഉപ്പേരിക്കുള്ള ഇതായി. കുക്കറിൽ വിസിൽ വന്നു. ഇനി ജസ്റ്റ് നാളികേരം ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയല്ലേ നമ്മൾ വൻപയർ ഉണ്ടാക്കുക. അവിടെ ഫിഷ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ചെന്ന് നന്നായിട്ട് നേരം വൈകും. 2 ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്തു, എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ബാക്കി 2 ഫിഷ് ഫ്രിഡ്ജിക്ക് വയ്ക്കാം. 2 പേരല്ലേ ഉള്ളൂ, അതിന് ബാക്കി നാളെ ഉണ്ടാക്കാം. ഞാൻ പറയുമ്പോൾ ബാക്കിലത്തെ എയർ ഫ്രയറിൻ്റെ ശബ്ദം ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് വെക്കട്ടെ. ചോറ് ഇനി വാർക്കണം. മട്ട അരി ആയതുകൊണ്ട് കുറച്ചധികം നേരം എടുക്കും. അതൊന്ന് ഫുൾ വിസിലൊക്കെ പോയി കുറച്ച് നേരം കൂടെ എല്ലാ പണി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റേ വാർക്കാറുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ വൻപയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ അതിനൊന്നുമില്ല, കടുക് പൊട്ടിച്ച് നാളികേരം വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പഴം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ 2 പേരുടെ ഫേവറേറ്റ് ആണ്. ഞങ്ങളുടെ 3 പേരുടെ ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. രംശേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രംശേട്ടൻ വരുന്ന ദിവസം വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ അവിടെ മറ്റേ ഫുഡുകൾ കഴിച്ച് മടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡൊക്കെയാണ്, പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ നമുക്കൊരു നാടൻ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു. അധിക ദിവസം ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡ്സും എക്സ്പീരിയൻസ് ചെയ്യും. കുറേ ദിവസമൊക്കെ പോകുമ്പോഴാണ് പറയുക. കുറച്ച് ദിവസമൊക്കെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ പറയും. പക്ഷെ ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം അധിക ദിവസമല്ലേ, 10 ദിവസത്തെ പരിപാടിയില്ലല്ലോ. അപ്പോൾ നല്ല നല്ല ഫുഡുകളും സംഭവങ്ങളും ബുഫയൊക്കെ ആകുമ്പോൾ ഓരോന്ന് ട്രൈ ചെയ്യലും എക്സ്പീരിയൻസ് ചെയ്യലൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഒരു പഴം മതി കേട്ടോ. ശരിക്കും ഒരു 3 പേർക്ക് അത്യാവശ്യം ഒരു നേരം നന്നായി കഴിക്കാൻ തന്നെ ഒരു പഴം ഇനഫാണ്. അപ്പം ഞങ്ങൾ 2 പേരും ഒരു നേരത്തേക്കല്ലേ ഉള്ളൂ, രാത്രി വേറെ എന്തെങ്കിലും ആവും. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി മിത്തുക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. മിത്തുക്കുട്ടിക്ക് തലവേദന, പനി ഫുള്ള് വിട്ടു. ഇന്നലെ രാത്രി മുതൽ പഴിച്ചിട്ടില്ല. പക്ഷേ തലവേദന ഭയങ്കര, അതും സൈനസിൻ്റെ പ്രോബ്ലം തോന്നുന്നു. ഇവിടെ ഭയങ്കര വേദന. എനിക്ക് ഇതൊക്കെ റെഡിയായി എപ്പോൾ ഭക്ഷണം കഴിക്കാനാണാവോ. മിത്തുക്കുട്ടി ഈ പറഞ്ഞ പോലെ എൻ്റെ പോലെയാണ്. അവൾക്ക് അസുഖം വന്നാലും അവൾക്ക് കഞ്ഞി കുടിക്കാൻ വയ്യ. അവൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ നല്ലപോലെ ഭക്ഷണം കഴിക്കണം. അത് ഞാനും അങ്ങനെയാണ്. ഞാൻ കഞ്ഞി, രസം, ഈ 2 സാധനം എനിക്ക് ഇഷ്ടമല്ല. രസമൊക്കെ പിന്നെയും നമ്മൾ സാധാരണ ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കഞ്ഞി ഉണ്ടാക്കില്ല കേട്ടോ കുടിക്കാൻ. പനി വന്നാൽ പോലും ഞാൻ കഞ്ഞി കുടിക്കില്ല. ഞാൻ വല്ല ബ്രെഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. നാവിന് രുചിയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് വരാറില്ല എന്നുള്ളതാണ്. അതിന് രുചിയില്ലെങ്കിലും ഞാൻ കഴിക്കും. മിത്തു അതേപോലെ. ആ ഒരൊറ്റ കാര്യം മാത്രം അവൾക്ക് എൻ്റെ കിട്ടിയിട്ടുണ്ട്. അവൾക്കും കഞ്ഞി പറ്റില്ല, രസവും പറ്റില്ല. അല്ലെങ്കിൽ നല്ല രസം കൂട്ടി ചോറിനാന്ന് പറഞ്ഞാൽ തരില്ല. അവൾക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒട്ടും ചേർക്കാതെ ഫിഷ് ഫ്രൈ ചെയ്തത് കേട്ടോ. പിന്നെ പനിയില്ല, പനി വിട്ടുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചിക്കൻ വാങ്ങാൻ വിചാരിച്ചു, പക്ഷേ ചിക്കൻ തേക്കില്ലല്ലോ. ഫിഷ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പനിയും ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് തലവേദന കൂടുതൽ, ആ കഫം നിറങ്ങിയിട്ടുള്ള തലവേദന, സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഞാൻ എന്താ പറയുക, ഒരു 20-21, അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് മുംബൈയിൽ വരുന്നവരെ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം. അത് ഉള്ളവർക്ക്, ഈ മൈഗ്രെയിനും സൈനസൊക്കെ ഉള്ളവർക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പനി പിടിച്ച പോലെ ഉണ്ടല്ലേ. കാരണം ഇതിന് പനിയായപ്പോൾ ഞാനും ഡൗൺ ആയി എന്നല്ല, എനിക്കും എല്ലാം കൂടെ ആയിട്ട് ഇതില്ലേ. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും ഇല്ല. രാവിലെ എണീച്ച മുതൽ എനിക്കൊരു തൊണ്ട ഒരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സൈനസിൻ്റെ പ്രോബ്ലം പറയുമ്പോഴേ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ എന്നും രാവിലെ സ്കൂളിലും കോളേജിലും, അതും ഒരുപാട് ദൂരത്ത് പോയിട്ടാണ് പഠിച്ചത്. 3 ബസ്സൊക്കെ മാറി കയറിയിട്ട് തന്നെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ ഒരുപാട് ദൂരത്താണ് പഠിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു വിഡ്ഢിത്തരായിരുന്നു അന്ന് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 11 ഒരു ഉച്ച വരെയാണ് എൻ്റെ ആ ഒരു തലവേദനയുടെ അങ്ങനെയാണല്ലോ സൈനസിൻ്റെ ആ ഒരു ടൈമിംഗ് ആണല്ലോ. അപ്പോൾ ഒരു ഉച്ച വരെയല്ലേ എനിക്ക് ഒരു ക്ലാസ്സും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. തലവേദന എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഞാനത് കൂടുതലായിട്ട് തലചുറ്റി വീഴാറുണ്ട്. അപ്പോൾ കാണിക്കാത്ത ഡോക്ടേഴ്സില്ലേ. അപ്പോൾ അത് സൈനസിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അന്ന് ഞാൻ ആക്ച്വലി ഹോമിയോ ഒന്നും എടുത്തതുമില്ല. അന്ന് അതിനുള്ള ബോധം ഉണ്ടാവാനായിട്ടാണ് എന്തറിയില്ല. ആ തലവേദനയും സഹിച്ച് ഞാനൊരു 10-20 വർഷം ഞാൻ നടന്നു. എനിക്ക് ഭ്രാന്ത് വരിക നമുക്ക് പറയില്ല, അതുള്ളവർക്കറിയാം. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിനാണോ എന്താ എനിക്കറിയില്ല, എനിക്ക് മുംബൈയിൽ വന്നതിന് ശേഷം ടച്ച് വുഡ് എനിക്ക് ആ സംഭവം ഇല്ല. ചെന്നൈയിൽ ഒരു വർഷം പോയപ്പോഴും എനിക്ക് ആ സംഭവം ഉണ്ടായിരുന്നില്ല. നാട്ടിൽ എനിക്ക് പിന്നെ കുറേ കാലം പിന്നെ എനിക്ക് പറഞ്ഞ പോലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ നമ്മൾ വെക്കേഷന് പോകുമല്ലോ, ലീവിൽ പോകും. ഇത് കുട്ടിക്ക് ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ലീവിൽ പോകുമ്പോഴും നാട്ടിൽ പോയാൽ പിന്നെ എനിക്ക് വരും. അപ്പം എനിക്ക് അലർജി വരും. നാട്ടിൽ പോയാൽ എനിക്ക് തുമ്മലും ജലദോഷം, അതും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര രസമായിരുന്നു എനിക്ക്. അതായത് ഓർമ്മ വെച്ച ആൾ മുതൽ രാവിലെ നമ്മളിപ്പോൾ രാത്രി ഇടനേരത്ത് നമ്മൾ
ടോയ്ലറ്റിൽ പോകാൻ എണീക്കുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് എന്നെ ആർക്കും കിട്ടില്ല. കാരണം ഞാൻ തുമ്മലുമായിട്ട് നടക്കുകയായിരിക്കും. അങ്ങനെ തുമ്മി എല്ലാവരും എണീറ്റ് കഴിഞ്ഞാൽ ചായ കുടിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ എനിക്ക് രാവിലെ ഒരു 10 മിനിറ്റ് ആരും പാടില്ല. കാരണം എനിക്ക് തുമ്മലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. തുമ്മി ഒരു വിധാവും. അത് പിന്നെ ഈ ബോംബെയിൽ വന്നതിന് ശേഷം എനിക്കത് മാറി. പക്ഷെ പിന്നെയും ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇത് എനിക്ക് പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടച്ച് എനിക്ക് ഇപ്പോൾ മിത്തുക്കുട്ടിയൊക്കെ ജനിച്ചതിന് ശേഷം ഒരു 7-8 വർഷമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതായത് തലവേദന പലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തല കുളിച്ച് നീരിറങ്ങൊക്കെ വരും. ഇപ്പം അതും സത്യം പറഞ്ഞില്ല, നീരിറക്കം വരെ അല്ല ഈ തലവേദന സംഭവങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ, ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ വല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു നേരത്തെ എണീറ്റ് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇപ്പം പിന്നെയും വരാറ്. അതേപോലെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇപ്പം തല. പക്ഷെ അതും അങ്ങനെ കുറേ നേരം നിൽക്കില്ല. എനിക്കറിയാം എന്താണ് അതിൻ്റെ റെമഡി, എങ്ങനെ എനിക്ക് ചെയ്താലാണ് എനിക്കതിൻ്റെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല. അത്ര തലവേദനയായിരുന്നു. ഉച്ചവരെ ഒന്നെങ്കിൽ കിടക്കായിരിക്കും, അല്ലെങ്കിൽ സഹിച്ച് എക്സ് ഓയിലും പരട്ടി. അതുകൊണ്ട് രംശേട്ടൻ എപ്പോഴും പറയും നിന്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഒരു വിക്സിൻ്റെ മണമാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ശരിയാണ്, വിക്സ് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആക്സ് ഓയിൽ, അച്ഛൻ ആക്സ് ഓയിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു അതില്ലാത്തൊരു ജീവിതം എനിക്കുണ്ടായിരുന്നു. അത് വലിച്ച് നടക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെനിക്ക് ഒട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കത് മിത്തുക്കുട്ടിക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള. പ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം കാണിക്കുന്നത്. അതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ഹോമിയോൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പം ഇതിപ്പോൾ കബന്നറിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഈ പറഞ്ഞ പോലെ ഡസ്റ്റ് അലർജി, ഇവിടെ ഭയങ്കര പൊടിയും സംഭവങ്ങളും, മാസ്ക് ഇടില്ല, സ്കൂളിൽ പോയാൽ ഫുൾ ടൈം AC കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ ആയിട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മിഥുനെ. അപ്പോൾ പക്ഷെ എന്താ വെച്ചാൽ സാധാരണ സമയത്തൊക്കെ രംശമായിട്ടുള്ളപ്പോൾ പിന്നെ ഒന്നും അറിയില്ല. ഡോക്ടറെ അടുത്ത് പോകാനാണെങ്കിൽ എനിക്ക് വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡോക്ടറെ അടുത്ത് മിഥുനെ കൊണ്ടുപോകുക, ഞാൻ എൻ്റെ കാര്യമാകുമ്പോൾ എനിക്കതൊന്നും പ്രശ്നമല്ല. അന്ന് രംശേട്ടന് ഡെങ്കു വന്നപ്പോഴും രംശേട്ടൻ ഉണ്ടല്ലോ, രംശേട്ടൻ ഒന്നും ചെയ്യണ്ട, അവിടെ കിടന്നാൽ മതി. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് ഓടി നടക്കുകയാണെങ്കിലും ഒരാൾ ഉണ്ടല്ലോ എന്നുള്ളത്. രംശേട്ടൻ ഇല്ലാതെ ഇങ്ങനെ മിഥുനൊക്കെ അസുഖം വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം രാത്രി എന്തെങ്കിലും വയ്യാതായി എന്ത് ചെയ്യും? നേരെ താഴെയാണ് ഹോസ്പിറ്റൽ, ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഒട്ടും പേടിക്കേണ്ട. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മലയാളീസ് ഉണ്ട്, നമ്മുടെ നേരെ താഴെയും മേലെയും ഒക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ വെറുതെ ഒരു ആവശ്യമില്ല. അതായത് നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ പറയില്ല, നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ അച്ഛനൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ ആയിരുന്ന സ്ഥിതിക്ക് നമ്മളത് യൂസ് ചെയ്യും. പക്ഷെ അല്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ 3 പേരും ഇങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് പറയാൻ റിലേറ്റീവ്സ് അങ്ങനെയൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു ടെൻഷൻ വരും. ഒരു ആവശ്യമില്ലാത്തൊരു ടെൻഷനാണ്. മുംബൈ പോലുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തിനും നമുക്കിവിടെ ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു വിഷമവും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നേരെ താഴെ ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിലാണ് എനിക്ക് പിന്നെയും പേടി, കാരണം എല്ലാം കുറച്ച് ദൂരെയും കാര്യങ്ങളല്ലേ. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനത് ആ ഡെങ്കു വന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഉപകാരമായി തോന്നിയത് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ കുറേ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ കുറേ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ ലൈഫിൽ ഇത്രയും യൂസ്ഫുൾ ആവുമെന്നും ഇത്രയും എന്താ പറയുക നമുക്ക് ഉപകാരമുള്ള ഒരു സംഭവമായി പഠിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഡ്രൈവിംഗ് ആണ് കേട്ടോ. സത്യമായിട്ട് ഞാൻ എൻ്റെ +2 കഴിഞ്ഞ സമയത്ത് 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ കാർ ഓടിക്കുന്നത്. പക്ഷെ അന്നൊന്നും ഈ പറഞ്ഞ പോലെ അടുത്തിരുന്ന് തമാശയ്ക്ക് അച്ഛൻ്റെ കൂടെ ഓടിക്കുമെന്നല്ലാതെ ഒറ്റയ്ക്കൊന്നും ഓടിക്കാനൊന്നും തരില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നിട്ട് മുംബൈയിൽ വന്നിട്ട് അത് പ്രത്യേകിച്ചും കുട്ടിയൊക്കെ വളർന്ന് രംശേട്ടനൊക്കെ കൂടുതൽ ട്രാവലിങ്ങും സംഭവങ്ങളൊക്കെ ആയ സമയത്ത് ഈ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോടായിട്ട് പറയണം, നിങ്ങൾ ആരെങ്കിലും ഡ്രൈവിംഗ് ഇതുവരെ പഠിച്ചിട്ടില്ല, പേടിയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കാർ ഓടിക്കാൻ പഠിക്കും. 2 വീലർ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാറാകുമ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ വയ്യാത്ത കുട്ടീനെ കേട്ട് പോവുകയാണെങ്കിലും ഒക്കെ കാർ ഭയങ്കര കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ രംശേട്ടനില്ലാത്ത സമയത്ത് സ്കൂളിലേക്ക് കൊണ്ടേക്കാണെങ്കിലും ഒക്കെ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. രംശേട്ടന് ഡെങ്കു വന്ന സമയത്താണ് ഞാനിത് റിയലൈസ് ചെയ്തത്. കാരണം അതുവരെ ഇനി പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല. കാറ് ഞാൻ എൻ്റെ രസത്തിന് ഓടിക്കും, എൻ്റെ ആവശ്യത്തിന് ഓടിക്കും എന്നല്ലാതെ ഒരാൾക്ക് വയ്യാതെയായിട്ട് ആരും ഇല്ലാതെ. ഇപ്പം എൻ്റെ മിത്തുനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം, രാവിലെ 6 മണിയാകുമ്പോഴേക്കും എടുത്ത് കൊണ്ടുവരണം, അവളെ സ്കൂളിൽ കൊണ്ടുവയ്ക്കണം. രംശേട്ടൻ ഇവിടെ അല്ല, അപ്പം രംശേട്ടനുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇങ്ങനെ എന്താ പറയുക, ഒരു ദിവസം രാവിലെ 6 മണി മുതൽ ഒരു 10 മണി വരെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ഈ സാധനങ്ങളൊക്കെ കൈ പിടിച്ച് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവുക അല്ലെങ്കിൽ നടക്കുക ഒന്നുമില്ല. അപ്പോൾ ആ ഒരു 6 ദിവസം രംശേട്ടൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഹരം എന്ന് പറയാൻ പറ്റുമോ,
ഞാൻ തന്നെ പ്രൗഡായി. ഞാൻ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടല്ലേ എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നാട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്താതെ അല്ലെങ്കിൽ ഒന്നിനും എനിക്ക് ഒരാളും വേണ്ട. അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിൽ നിൽക്കണം, ഞാൻ അവിടെ പോയി ഫുഡ് ഉണ്ടാക്കണം, അത് കൊണ്ടുവരാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം, മിഥുൻ എന്ത് ചെയ്യും, ഒരു ടെൻഷനും ഇല്ല. നമുക്ക് കാറുണ്ട്. രാത്രി 12 മണിക്കോ 1 മണിക്കോ രാവിലെ 5 മണിക്ക് 5:30 എണീറ്റിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് മോളെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഏത് രാവിലെ മറ്റേത് രാവിലെ 5 മണി 5:30 എണീറ്റ് അല്ലെങ്കിൽ ഇത്ര നേരത്തെ എണീറ്റ് നമുക്ക് ഓട്ടോറിക്ഷയിൽ പോവാ, അല്ലെങ്കിൽ അവളെ എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടെൻഷനും ഇല്ല. കാറുണ്ടോ ഏത് രാത്രി നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും മോളാക്കാം, നമുക്കാക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കണ്ട് എന്തായാലും പറയാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയത് കാറ് ഇപ്പോഴാണെങ്കിലും ഇപ്പോഴിപ്പോൾ മിഥുനെ ഷട്ടില്ലാത്ത സമയത്താണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും എന്തൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോയി വരണം എന്നുണ്ടെങ്കിലും ഒക്കെ കാറ് നമുക്ക് ഡ്രൈവിങ് അറിയുമെങ്കിൽ നമുക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതൊരു ഭയങ്കര വലിയൊരു സത്യമാണ്. അതുകൊണ്ട് പ്ലീസ് ആരെങ്കിലും ഡ്രൈവിങ് പഠിച്ചില്ലെങ്കിൽ പഠിക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരാറില്ല. ആ സമയത്ത് നമ്മൾ ഡ്രൈവിങ് പഠിക്കായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യമില്ല. ആക്ച്വലി സ്കൂട്ടി എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ. ഇപ്പോഴും സ്കൂട്ടി ഞാൻ എടുക്കാറില്ല. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോകാനൊക്കെ സ്കൂട്ടിയാണ് നല്ലത്. പക്ഷെ ഞാൻ കാറാണ് ഡ്രൈവ് ചെയ്യുക. അത് ഓരോരുത്തരുടെ കംഫർട്ട്. ചിലർക്ക് സ്കൂട്ടി ആയിരിക്കും കംഫർട്ട്. എനിക്ക് കാറ് തന്നെയാണ് കംഫർട്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടി വളരെ അത്യാവശ്യമായിട്ട് എടുക്കണ്ടേ എന്ന് വിചാരിച്ച് എടുക്കുന്ന ഒരു സാധനം. കാറാകുമ്പോൾ അത് ഓരോരുത്തർ ഓരോന്ന് പോലെ. പക്ഷെ എന്നാലും ഞാൻ പറയാം, സ്കൂട്ടി ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴാണ് വരുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് രാത്രി പാതിരയാണെങ്കിലും നാട്ടിലൊക്കെ ആണെങ്കിലും അത് കാർ ഓടിക്കുമ്പോൾ, കാരണം നാട്ടിലാകുമ്പോൾ നേരെ താഴെ ഹോസ്പിറ്റൽസ് അതൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഡ്രൈവറെ കിട്ടുക ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഡ്രൈവിങ് അറിയുന്നുണ്ടെങ്കിൽ ഒരു പേടിയും മേടിക്കണ്ട, ഏത് പാതിരാത്രിക്ക് നമുക്ക് ചെയ്യാം. ഇനി ഇതുപോലെ എനിക്ക് പഠിക്കേണ്ട ഒരു സംഭവമാണ് സ്വിമ്മിങ്. കാരണം എനിക്കറിയാം ഈ ഡ്രൈവിങ് പോലെ തന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ വളരെ ആവശ്യമായി വരുന്ന ഒരു സംഭവമാണ് സ്വിമ്മിങ് എന്ന് എനിക്ക് അറിയാം. ഞാനിവിടെ ഒരു സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, വലിയ ആളുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. അത് ജോയിൻ ചെയ്യാൻ ജൂലൈയിൽ തുടങ്ങിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈമും കാര്യങ്ങളും ഒന്നും ശരിയാവാത്ത കാരണം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ രമേശേട്ടൻ ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ ആലോചിക്കുന്ന ആദ്യത്തെ പരിപാടി സ്വിമ്മിങ്ങിന് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. കാരണം അതും ഈ പറഞ്ഞ പോലെ എന്നാണ് എപ്പോഴാണ് ഉപകാരം വരിക എന്നറിയാത്തതുകൊണ്ട് എനിക്കത് പഠിച്ചിരിക്കണം എന്ന് ഭയങ്കരമുള്ള ഒരു ആഗ്രഹം, എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഈ വർഷം 2025 എന്തെങ്കിലുമൊക്കെ വേണ്ടല്ലേ, 2025 അങ്ങനെ ആക്കാം. സ്വിമ്മിങ് ഈ വർഷം സ്വിമ്മിങ് പഠിക്കും എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ വല്ലതൊക്കെ തോന്നി, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടിപൊളി എന്ന് നിങ്ങൾ പറയും. പഴം നന്നായി വെന്തു, ഫിഷ് ഫ്രൈയും റെഡിയായി, എയർ ഫ്രയറും ഓഫായി. നാളികേരം ഈസ് ഹെൽത്തി ഫാറ്റ്. അതുകൊണ്ട് നാളികേരം കുറച്ച് യൂസ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാനൊന്ന് ജിമ്മിൽ പോയി. ഇത് നമ്മുടെ നേരെ താഴെയുള്ള ജിം, നമ്മുടെ ഇതിൽ തന്നെയുള്ള സൊസൈറ്റിയിൽ തന്നെയുള്ള ജിമ്മാണ്. ഞാൻ സാധാരണ പോവാറ് ഞാൻ പറയാറുണ്ടല്ലോ പുറത്താണ്. അപ്പോൾ അതെനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, മിത്തു പെട്ടെന്ന് വിളിച്ചാലും എനിക്ക് വരാം. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് ഉഷാറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ കളയണ്ട, ഒരു നേരെങ്കിലും നമ്മൾ ജിമ്മിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യാൻ. ഇത് കുട്ടി ഇതാ ഒന്ന് ഭേദമായപ്പോൾ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഫീലിംഗ് ബെറ്റർ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞാൽ അതാ കഫ് ഉണ്ട്, രാത്രി കിടക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അല്ലേ? തലവേദന ഇപ്പോൾ ഭേദമുണ്ടോ? അപ്പം ഇന്നും നമ്മൾ പിന്നെയും ഡോക്ടറെ അടുത്ത് ഒന്നും കൂടെ പോയി. മിനിങ്ങാന്ന് പോയിരുന്നു. അപ്പോൾ പനി കംപ്ലീറ്റ് വിട്ടു, കഫ് നല്ലോണ്ട് രാത്രി കിടക്കുമ്പോൾ. അപ്പോൾ ഡോക്ടർ 4-5 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മരുന്ന്. ഹോമിയോ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? അല്ലെങ്കിൽ മിത്തുന് കഫ് സിറപ്പ് കഴിക്കുമ്പോഴേക്കും അങ്ങോട്ട് കൈ വിറക്കില്ല അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം ടയേർഡൊന്നുമില്ല, ആൾ ഉഷാറായിരിക്കുന്നുണ്ട്. പക്ഷേ രാത്രി ആയാലാണ് നമ്മുടെ പ്രശ്നം, ചുമ ആൻഡ് ഈ സൈനസൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം. ഇപ്പം നല്ല ഭേദമായി തുടങ്ങി. നാളെ കൂടെ റെസ്റ്റ് എടുത്താൽ എനിക്ക് തോന്നണു ഓക്കെ ആയിരിക്കും. അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചോ? ഞാൻ ജിമ്മിൽ പോയി വന്നപ്പോഴേക്കും മിത്തുക്കുട്ടി എന്തായിരുന്നു ഒന്ന് ചപ്പാത്തി ആൻഡ് പാലക് പനീർ. അപ്പോൾ അതാണ്. നാളെ രസം ഉണ്ടാക്കി തരട്ടെ. അടിപൊളി പഴപുളിശ്ശേരി നാളേക്ക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആള്. അത്ര പോലെ ഇഷ്ടമല്ല. കഞ്ഞി, സൂപ്പ്, രസം, കുറേ ഓപ്ഷൻസ് കൊടുത്തു. വേണ്ട പാലക് പനീർ, ചിക്കൻ ഫ്രൈ, ഇതൊക്കെയാണ് വിത്തെടുത്ത് കഴിക്കാൻ തോന്നുന്നത്. അപ്പം ഞാനും പോയി കഴിക്കട്ടെ കേട്ടോ, എനിക്ക് വിശക്കുന്നു.
അങ്ങനെ ഇന്നത്തെ ഡിന്നർ കഴിച്ചതേ വേഗം കിടക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ രാത്രിയാകുമ്പോഴേക്കും ഉറക്കം വരുന്നുണ്ട്. പിന്നെ മിഥുനെ നേരത്തെ കിടത്തി ഉറക്കിയില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ചുമയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കുറച്ച് സമയം എടുക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ നിർത്തുകയാണ്. ബൈ.